ഹലോ നമസ്കാരം, ഞാൻ ബിന്ദു ആണ് കേട്ടോ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതും വളരെ ടേസ്റ്റിയുമായ ഒരു ഷെയ്ക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഐസ്ക്രീം ഒന്നും ചേർക്കാതെ തന്നെ വളരെ തിക്കായി ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു സിമ്പിൾ ഷാർജ ഷെയ്ക്കാണിത്. ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണേ. അപ്പോൾ നമുക്ക് ഷെയ്ക്ക് ഉണ്ടാക്കാം. ആദ്യം തന്നെ മിക്സിയുടെ ജാർ എടുക്കാം. ഇതിലേക്ക് 4 പഴം, ചെറിയ പഴമായതുകൊണ്ടാണ് 4 എടുക്കണം, വലുതാണെങ്കിൽ 2 എടുത്താൽ മതി. പഴം നുറുക്കിയെടുക്കാം. നുറുക്കിയെടുത്ത പഴം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് ബൂസ്റ്റാണ്. ഒരു ചെറിയ പാക്കറ്റ് 5 രൂപയുടെ പാക്കറ്റ് ബൂസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പാക്കറ്റിൻ്റെ 1/4 ഭാഗം ഇതിലേക്ക് ഇട്ട് കൊടുത്തു. കുറച്ച് ബൂസ്റ്റ് ബാക്കി വയ്ക്കുന്നുണ്ട്, അത് ലാസ്റ്റ് ഷെയ്ക്കൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി വേണ്ടത് മധുരത്തിന് ആവശ്യമുള്ളത്ര പഞ്ചസാര. 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അവരവർക്ക് എത്ര മധുരം വേണോ അതിനനുസരിച്ച് പഞ്ചസാര ചേർക്കാം. ഇതിലേക്ക് കുറച്ച് കപ്പലണ്ടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പീനട്ട് 1/4 കപ്പ് പീനട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതും കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതെല്ലാം കൂടി നന്നായി അരച്ചെടുത്തു. ഇനി ഇതിലേക്ക് പാല് ചേർക്കണം. ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്ത പാലാണ്. ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഇങ്ങനെ ഒരു ഇടികല്ലോ അല്ലെങ്കിൽ ചപ്പാത്തിക്കോലോ എന്തെങ്കിലും എടുത്തിട്ട് ഇത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഉടച്ചെടുക്കാം. ഇനി ഈ പാക്കറ്റിൽ നിന്നും ആവശ്യമുള്ളത്ര പാല് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ആദ്യം പകുതി പാക്കറ്റ് പാലിട്ടിട്ട് ഞാനൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തു. വീണ്ടും ഞാൻ ബാക്കിയുള്ള പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഇനി ഒന്നും കൂടി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് വരാം. ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തു. ഇനി ഇതൊരു ഗ്ലാസ്സിലേക്ക് പകർത്താം. നല്ല തിക്കായിട്ടുള്ള ഷേക്കാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ഗാർണിഷ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. ഷാർജ ഷേക്കിന് കപ്പലണ്ടിയാണ് ഏറ്റവും നല്ലത് കേട്ടോ. പീനട്ട് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാഷ്യൂനട്ടോ ബദാമോ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് ബൂസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണ്, നിർബന്ധമൊന്നുമില്ല. ഇതൊന്നും ഇട്ടില്ലെങ്കിലും ഈ ഷേക്ക് നല്ല സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ അതാ ഐസ്ക്രീം ഒന്നും ചേർക്കാതെ തന്നെ വളരെ സ്വാദിഷ്ടമായ ഷാർജ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.